ഹലോ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 76 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഫ്രാക്ഷനിലും ഡെസിമലിലും പെർസെൻറ്റേജിലും റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നമ്പർ നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുടെ ഒരു കളക്ഷൻ, അതിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ സെലക്ട് ചെയ്യണം. 1 to 10 നമ്പേഴ്സാണ് ടോട്ടലുള്ള സെറ്റ്. അതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്താൽ ആ നമ്പർ ഒരു പ്രൈം നമ്പർ ആകാനുള്ള ചാൻസ് എത്രയാണെന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നോക്കൂ, നമ്മുടെ ടോട്ടലുള്ള ലിസ്റ്റ് 1 to 10 വരെയുള്ള നമ്പേഴ്സാണ്. ആ 1 to 10 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് പ്രൈം നമ്പർ ആയ നമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കമ്മിൽ പെടുന്നത്. 1 to 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 ഇല്ല, 1 എന്തായാലും പ്രൈം അല്ല എന്നുള്ളത് നമുക്ക് അറിയണ കാര്യമാണ്. 2, 3, 5, 7 ആണ് 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ 4 എൻട്രീസാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4 പിക്സ് മാത്രമാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആയിട്ട് വരുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്പർ? 4. ടോട്ടൽ നമ്പർ എത്രയാണ്? 1 to 10 വരെയുള്ള നമ്പർ സെറ്റിൽ നിന്ന് ഒരു നമ്പർ എത്ര പ്രാവശ്യം, ഓരോ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര പ്രാവശ്യം എടുക്കുക? 10 ആണല്ലോ ടോട്ടൽ നമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പിക്സ് നമുക്ക് പറ്റണത് 10 ആണ്. ആ പിക്സിൽ 1, 2, 3, 4 പിക്സ് മാത്രമാണ് നമുക്ക് പ്രൈം നമ്പേഴ്സ് തരുള്ളൂ. അപ്പോൾ ആ ഫേവറബിൾ കൗണ്ട് 4 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. അപ്പോൾ ഈ 4 നമ്പേഴ്സാണ് ഫേവറബിൾ കൗണ്ട്. 4 ബൈ ടോട്ടൽ കൗണ്ട് 10. 4 by 10 ഈസ് 2 by 5. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫ്രാക്ഷനെ ഡെസിമലായിട്ടും പെർസെൻറ്റേജ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 2 by 5നെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. ഡെസിമൽ ഫോമിൽ നമ്മൾ ഡിനോമിനേറ്റർ ജസ്റ്റ് 10 ആക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 4 by 10 കിട്ടി. ഈ 2 by 5ന് 4 by 10 കിട്ടി. ദാറ്റ് ഈസ് 0.4. അപ്പോൾ ഡെസിമൽ ഫോമിൽ 0.4 കിട്ടി. ഈ 2 by 5നെ ഇതാണ് പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റിയുടെ ഡെസിമൽ ഫോം 0.4. ഇനി നമ്മളോട് പെർസെൻറ്റേജും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.4 അല്ലെങ്കിൽ 2 by 5 ഇതിലേതെങ്കിലും വാല്യൂ എടുക്കുക. 2 by 5നെ എടുത്തു ഇൻറ്റു പെർസെൻറ്റേജ് ആക്കുക, ഇൻറ്റു 100 കട്ട് ചെയ്ത് പോകുമ്പോൾ 40%. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈസ് 2 by 5 ഈക്വൽ ടു 0.4 ഈക്വൽ ടു 40%. ഇതെല്ലാം പറയുന്നത് സെയിം തിങ് തന്നെയാണ്. ഇത് ഫ്രാക്ഷൻ, ഇത് ഡെസിമൽ, ഇത് പെർസെൻറ്റേജ് ഫോം. ക്വസ്റ്റ്യൻ, ഇവിടെയും പ്രോബബിലിറ്റി ഫ്രാക്ഷനിലും ഡെസിമലിലും പെർസെൻറ്റേജിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു നമ്പർ നമ്മൾ 1 മുതൽ 100 വരെയുള്ള നമ്പറുടെ ആ കളക്ഷനിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. 1 to 100 വരെയുള്ള സെറ്റിൽ നിന്ന്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 digit നമ്പർ? നമ്മൾ എടുത്ത നമ്പർ ഒരു 2 digit നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടലുള്ളത് 1 to 100. ഇനി 2 digit നമ്പർ 1 to 100 വരെയുള്ളതിൽ 2 digit നമ്പർ 10 to 99 വരെയാണല്ലോ 2 digit ഉള്ളത്. അപ്പം 99 മൈനസ് 0 to 9 1 digit ആണ്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ 99 2 digit നമ്പറിൻ്റെ എൻഡിൽ 99, പിന്നെ 100 ആയി കഴിയുമ്പോൾ 3 digit ആയി. അത് നമുക്ക് പറ്റില്ല, നമുക്ക് 2 digit നമ്പറാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം 2 digit നമ്പർ 99. ആ 99ൽ തന്നെ 0 to 9 വരെയുള്ളത് 1 digit നമ്പർ, അത് 9 നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെ 99 മൈനസ് 9 ചെയ്ത് കഴിയുമ്പോൾ 90 നമ്പേഴ്സാണ് നമ്മുടെ ടോട്ടൽ 2 digit നമ്പേഴ്സ് ഉള്ളത്. അതായത് നമ്മുടെ ഈ ഔട്ട് ഓഫ് 100 ഇതിൽ നിന്ന് 90 നമ്പേഴ്സാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം നമുക്ക് 2 digit നമ്പർ കിട്ടാനുള്ള ഫേവറബിൾ ഔട്ട്കം, അതായത് 90. ഇനി ടോട്ടൽ നമ്പർ എത്ര എടുക്കാൻ പറ്റും? ടോട്ടൽ 1 to 100 വരെയുള്ള നമ്പേഴ്സ് എത്ര പിക്ക് പോസിബിൾ ആണ്? 1 to 100 ഉണ്ട്, 100 നമ്പേഴ്സ് ഉണ്ട്, 100 ടൈംസ് പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ ഉള്ളത് 100. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 digit നമ്പർ ഫ്രം ദിസ് 1 to 100 സെറ്റ്,
നമ്പർ ഓഫ് 2-digit numbers ബൈ ടോട്ടൽ നമ്പേഴ്സ്. നമ്പർ ഓഫ് 2-digit numbers നമ്മളിവിടെ കണക്കാക്കി 90. ടോട്ടൽ നമ്പേഴ്സ് 1 to 100 വരെ എത്ര നമ്പേഴ്സ് ടോട്ടൽ 100. അപ്പം 90/100. 90/100 9/10 ആണ് ഫ്രാക്ഷണൽ ഫോം, അതായത് 0.9 ആണ് ഡെസിമൽ ഫോം. ഇനി പെർസെൻറ്റേജ് ആക്കാനായിട്ട് ഇതിനെ ഈ ഫ്രാക്ഷൻ ഫോം അല്ലെങ്കിൽ ഡെസിമൽ ഫോമിന് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 90%. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2-digit number ഈക്വൽസ് 9/10 or 0.9 or 90%. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3-digit നമ്പേഴ്സൊക്കെ എഴുതിയ ഒരു എല്ലാ 3-digit നമ്പേഴ്സ് എഴുതിയ ഒരു സ്ലിപ്സ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് ഒരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ലിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പാലിൻഡ്രോം ആകാനുള്ള ചാൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 3-digit നമ്പറിൽ എത്ര പാലിൻഡ്രോം ഉണ്ട് അത് കിട്ടാനുള്ള ചാൻസ് നമുക്ക് നോക്കാം. 3-digit നമ്പറിൽ ഫോർമാറ്റ് പാലിൻഡ്രോം വരണമെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ABA, അതായത് തുടക്കത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും തിരിച്ചും വായിച്ചാൽ സെയിം ലെറ്റേഴ്സ് തന്നെ ആയിരിക്കണം. ലൈക്ക് നമ്മൾ മലയാളം ഇംഗ്ലീഷിൽ MALAYALAM എഴുതുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും സെയിം വേർഡ് കറക്റ്റായി കിട്ടുമല്ലോ, മലയാളം എന്ന് തന്നെ വായിക്കാം. അതാണ് ഈ പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റ്സ് പാലിൻഡ്രോം ആകുന്ന 3-digit നമ്പേഴ്സാണ് നമ്മളോട്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ 1 to 1. ആദ്യത്തെ നമ്പർ 1 ആണെങ്കിൽ ലാസ്റ്റത്തെ നമ്പർ 1 തന്നെ ആയിരിക്കണം. നടുവിലത്തെ നമ്പർ എത്ര വേണമെങ്കിലും. അപ്പോൾ 1 to 1, 1 3 1 അങ്ങനെ പോകാം, 2 3 2, 2 4 2 അങ്ങനെ. അപ്പോൾ ടോട്ടലി ആ പാലിൻഡ്രോമിൻ്റെ ലിസ്റ്റാണ് നമുക്ക് ഫേവറബിൾ ഔട്ട്കം ആയിട്ട് വരുന്നത്. ഇനി അത് എന്തൊക്കെയാണ് ആ 3-digit പാലിൻഡ്രോം എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ABA എന്നുള്ളതാണ് ഫോം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 2 ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഓരോ നമ്പറിലും വരുന്നത്. ആദ്യത്തതും ലാസ്റ്റ് നമ്പർ സെയിം തന്നെ ആയിരിക്കും, നടുവിലത്തത് മാറി മാറി വരാം. അപ്പോൾ ആദ്യം നോക്കൂ, ആദ്യത്തെയും ലാസ്റ്റേയും, അതായത് A എന്നുള്ള ആ ഡിജിറ്റിന് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? 0 to 9 വരെ പറ്റുമോ? ഇല്ല, 0 പറ്റില്ല. ഈ 0 ചേർത്താൽ ഹൺഡ്രഡ്സിൽ പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ അത് 2-digit നമ്പർ ആയി പോകും, 3-digit ആവില്ല. നമുക്ക് വേണ്ടത് ഫേവറബിൾ ഔട്ട്കം 3-digit പാലിൻഡ്രോമാണ് വേണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ പൊസിഷനിൽ ലാസ്റ്റത്തെ പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാം 0 to 9 പറ്റില്ല, 1 to 9 ആണ് എക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 1 to 9 ആകുമ്പോൾ എത്ര ചോയ്സ് എക്ക് വരാം? 9. 1 2 3 4 അപ് ടു 9 ഡിജിറ്റ്സ് ആണ് എയുടെ പൊസിഷനിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി ബിയുടെ പൊസിഷനിലുള്ള ചോയ്സ് ഏതൊക്കെയാണ്? ബിയുടെ പൊസിഷനിൽ 0 ആയാലും കുഴപ്പമില്ല. അതായത് ബിയുടെ പൊസിഷനിൽ 10 ചോയ്സസ് ഉണ്ട്, 0 മുതൽ 9 വരെ പോസിബിൾ ആണ് ബിയുടെ പൊസിഷനിൽ. അപ്പോൾ നമുക്ക് എയുടെ പൊസിഷൻ്റെ നമ്പർ ഓഫ് ഒക്കറൻസും കിട്ടി, ബിയുടെ പൊസിഷൻ്റെ നമ്പർ ഓഫ് ഒക്കറൻസും കിട്ടി. അപ്പോൾ ഈ ABA ഈ പാലിൻഡ്രോം ഫോമിൽ എഴുതാനായിട്ടുള്ള നമ്പർ ഓഫ് പാലിൻഡ്രോം നമ്മൾ കണക്കാക്കുമ്പോൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് A ഇൻറ്റു പോസിബിൾ കോമ്പിനേഷൻ ഓഫ് B. പോസിബിൾ കോമ്പിനേഷൻ ഓഫ് A 9 ആണ്, B പോസിബിൾ കോമ്പിനേഷൻ 10 ആണ്. അപ്പം 9 ഇൻറ്റു 10, 90 നമ്പേഴ്സ് പാലിൻഡ്രോം 3-digit പാലിൻഡ്രോം നമ്പേഴ്സ്, അതിൻ്റെ കൗണ്ട് 90 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണക്കാക്കണം. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം 90 ആണ്. ടോട്ടൽ 3-digit നമ്പേഴ്സ് എത്രയുണ്ട്? ടോട്ടൽ 3-digit നമ്പേഴ്സ് 100 മുതൽ 999 വരെ, ടോട്ടൽ 900 നമ്പേഴ്സാണ് 3-digit നമ്പേഴ്സിലുള്ളത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 3-digit നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് പാലിൻഡ്രോംസ് 90, total number of 3-digit number 900. So 90/900. Number of 3-digit palindromes by number of 3-digit numbers. 90/900 is equal to 1/100. Decimal formula 0.1. Percentage formula into 100 channel 10%. Probability of getting a 3-digit palindrome is 1/10 or 0.1 or 10%. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. ഒരു 2-digit നമ്പർ പറയാൻ ഒരാളോട് പറഞ്ഞു. ആ
പറഞ്ഞ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റി. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എല്ലാ 2 ഡിജിറ്റ് നമ്പറിലെയും നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള ചാൻസസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. 3യുടെ സ്ക്വയർ 9, അത് 1 ഡിജിറ്റാണ്. 2 ഡിജിറ്റിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യണത് 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 6, 7, 8, 9, 9ൻ്റെ സ്ക്വയർ 81. പിന്നെ 10ൻ്റെ സ്ക്വയർ 100 ആകുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആയിപ്പോയി. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിലുള്ളത് 16, 25, 36, 49, 64 ആൻഡ് 81. ഇത്രയും 6 ചോയ്സസ് ആണ് 2 ഡിജിറ്റ് നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ. അതായത് 6 ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ഈ 2 ഡിജിറ്റ് നമ്പേഴ്സ് പിക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ വരുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ടോട്ടലി എത്ര ഉണ്ടാകും? 10 മുതൽ 99 വരെ. ടോട്ടലുള്ള 99 നിന്ന് ഒരു 9 മൈനസ് ചെയ്താൽ മതിയല്ലോ. 0 to 9 1 ഡിജിറ്റ് ആണ്, അത് മൈനസ് ചെയ്ത് 10 മുതൽ 99 വരെ 90 നമ്പേഴ്സാണ് ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഈ ടോട്ടൽ 90 നമ്പേഴ്സിൽ 6 ഡിജിറ്റ് മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ തരുന്ന ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ബൈ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്. നമ്പർ ഓഫ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ 6 ആണ് ഈ കൗണ്ട്. 6 by 90, 1 by 15. Probability of getting a 2 digit perfect square is 1 by 15. Question. A person is asked to say 3 digit number. 3 digit ആണ് നമ്പർ. പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിരിക്കുന്നത് all the 3 digits of the numbers are the same ആയിരിക്കണം. ഒരു 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ അതിലെ 3 ഡിജിറ്റും ഒരേ നമ്പർ തന്നെ ആകാനുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്തായിരിക്കണം? 1, 1, 1, 2, 2, 2. അതായത് എല്ലാ ഡിജിറ്റും ആ നമ്പറിലുള്ളത് സെയിം ആയിരിക്കണം. അപ്പോൾ 1, 1, 1, 2, 2, 2. അപ്പോൾ എല്ലാം സെയിം ആകുമ്പോൾ ആകെ 9 ചോയ്സസേ ഉള്ളൂ നമുക്ക്. ആദ്യത്തെ നമ്പറിന് നമുക്ക് 0 ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് 0 ഔട്ട് ഓഫ് 0 to 9 വരെ 10 സെറ്റിൽ നിന്ന് 0 പോയി. 1 to 9 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ 999 എല്ലാ നമ്പറും സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ 111 മുതൽ 999 വരെ 9 ചോയ്സസ് ആണ് ഫേവറബിൾ ഔട്ട്കം ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം. 999 ആണ് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. 99 ആണ് ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 99 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 900 ആണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണക്കാക്കാം. പ്രോബബിലിറ്റി ഓഫ് ഈ എല്ലാം സെയിം നമ്പറായി കിട്ടുന്ന നമ്പേഴ്സിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ്? 9 by 900. 900 ആണ് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്. 1 by 100, 0.01. Probability of getting a 3 digit number with the same digit repeated, 1 by 100 or 0.1. Question. ഒരു പേഴ്സൺ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. ആ പറയുന്ന നമ്പറിൻ്റെ വൺസ് പ്ലേസ് 0 ആയിരിക്കാൻ എല്ലാ 3 ഡിജിറ്റ് നമ്പറിന് നോക്കിയാൽ എത്ര ഡിജിറ്റിനാണ് വൺസ് പ്ലേസിൽ 0 വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന 3 ഡിജിറ്റ് നമ്പർ. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫേവറബിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം, വൺസ് പ്ലേസ് 0 ആയിരിക്കണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 100, വൺസ് പ്ലേസ് 0, എല്ലാം വൺസ് പ്ലേസിൽ 0 ആയിരിക്കണം, 3 ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 90 ചോയ്സസ് ആണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് വൺസ് പ്ലേസ് 0 ആണത് 90 ചോയ്സസ്. അതെങ്ങനെ കിട്ടിയത്? 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് വേണം. ആദ്യത്തെ നമ്പറിൻ്റെ ചോയ്സ് എത്രയൊക്കെ വരാൻ പറ്റും? 0 to 9, 10 പറ്റുമോ? ഇല്ല. കാരണം 0 വന്നിട്ടുണ്ടെങ്കിൽ ഇത് 3 ഡിജിറ്റ് അല്ല, 2 ഡിജിറ്റ് ആയി പോകും. അപ്പോൾ ഫസ്റ്റത്തെ ഈ 100 പ്ലേസിൽ 1 to 9 വരെ 9 ചോയ്സസേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 9 എടുത്തു ആദ്യം. ഇനി മിഡിലെ നമ്പർ 0 to 9 വരെ വേരി ചെയ്യാം. 0 to 9 ബിക്കോസ് അത് മിഡിലത്തെ നമ്പറിൽ 0 ആയാലും 3 ഡിജിറ്റ് നമ്പർ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ മിഡിൽ നമ്പറിന് നമുക്ക് 10 ചോയ്സസ് പറ്റും. അപ്പോൾ 9 into 10 into ഇനി ലാസ്റ്റത്തെ നമ്പർ പറഞ്ഞിട്ടുണ്ട് വൺസ് പ്ലേസ് എപ്പോഴും 0 തന്നെ ആയിരിക്കണം. വേറെ ഒരു നമ്പറും വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
ഇതിന് വരുന്നത് ആകെ ഒരു ചോയ്സ് മാത്രമാണ് വൺസ് പ്ലേസിനുള്ളത്. അപ്പോൾ ടോട്ടലി ഈ കോമ്പിനേഷൻ എത്ര പോസിബിൾ ആണെന്ന് നോക്കണത് ഓരോ ഡിജിറ്റിലും എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണെന്ന് നോക്കിയിട്ട്, അതായത് എത്ര ഒക്കറൻസ് ഇതിന് 100s പ്ലേസിൽ 1 to 9 വരെ 9 പോസിബിൾ, മിഡിൽ പ്ലേസിന് 0 to 9 10 നമ്പേഴ്സ് പോസിബിൾ, ലാസ്റ്റത്തെ 0 മാത്രം, അതായത് 1 മാത്രമാണ് പോസിബിൾ. അപ്പം 9 into 10 into 1 ആണ് ഈ 90 എന്ന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് വൺസ് പ്ലേസ് 0. അതാണ് നമ്മുടെ 90 ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ഇനി നമുക്ക് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് 900 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 3 ഡിജിറ്റ് നമ്പർ വിത്ത് 0 വൺസ് പ്ലേസിലാകണതിൻ്റെ പ്രോബബിലിറ്റി, വൺസ് പ്ലേസിലാകുന്നതിൻ്റെ 0 1 പ്ലേസിലാകുന്നതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ അതിൻ്റെ ഫേവറബിൾ ഔട്ട്കം 90 ആണ്. 90 ബൈ ടോട്ടൽ 900, 1 by 10 0.1. Probability of getting a 3-digit number with 0 as the ones place is 1 by 10 or 0.1. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 3-digit നമ്പർ. അഗൈൻ ഒരു 3-digit നമ്പർ പറയാൻ ഒരാളോട് പറഞ്ഞു. ആ പറഞ്ഞ നമ്പർ ഒരു 3യുടെ മൾട്ടിപ്പിൾ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്കാക്കേണ്ടത് എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അത് എങ്ങനെ കണക്കാക്കും നോക്കൂ. ഇതിൻ്റെ ഫോം ഇത് ആണ്. 3 ഡിജിറ്റ് ആയിരിക്കണം നമ്മുടെ നമ്പർ. ആദ്യത്തെ 3-digit നമ്പർ 100. 100 മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അല്ല. 101 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ എന്ന് നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ഒരു നമ്പറിൻ്റെ ഡിജിറ്റുകളെ ആഡ് ചെയ്താൽ ഓരോ ഡിജിറ്റിൻ്റെയും സം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3യുടെ മൾട്ടിപ്പിളായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആകുള്ളൂ. അപ്പോൾ 101 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 102 നോക്കൂ. 1 + 0 + 2 ചെയ്താൽ 3 ആണ്. 3 മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് ഏറ്റവും ചെറിയ 3-digit നമ്പർ അത് 3യുടെ മൾട്ടിപ്പിളായി വരുന്നത് 102 ആണ്. ഇനി എത്ര ഉണ്ടാവും 3-digit നമ്പർ ഈ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൽ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത്. ആദ്യം 102, പിന്നെ ഒരു 3യും കൂടി 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഒരു 3 ആഡ് ചെയ്ത് പോയി ലാസ്റ്റ് നമ്പർ 999. അത് കഴിഞ്ഞാൽ 1000 ആയി, 4 ഡിജിറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഈ വിൻഡോയ്ക്ക് പുറത്താണ് 99 ആണ് നമ്മുടെ ലാസ്റ്റ് നമ്പർ. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. തുടക്കത്തിലെ ഫസ്റ്റ് നമ്പർ 102, ലാസ്റ്റ് നമ്പർ 999, കോമൺ ഡിഫറൻസ് 3. അങ്ങനെ ഇതിൽ എത്ര ഡിജിറ്റ്സ് മൾട്ടിപ്പിൾസ് ഓഫ് എത്ര നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉണ്ടെന്ന് നോക്കാനായിട്ട് ഈ സീരീസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് A = 102, ലാസ്റ്റ് ടേം L = 999. ഇനി നമുക്ക് കോമൺ ഡിഫറൻസും അറിയാം 3. 3യുടെ മൾട്ടിപ്പിൾ ആയത് കാരണം കോമൺ ഡിഫറൻസ് 3. ഇനി നമ്പർ ഓഫ് ടേംസ് കണക്കാക്കണം. നമ്പർ ഓഫ് ടേംസ് N = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. ലാസ്റ്റ് ടേം 999 - 102/3 +1. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 299 + 1 300 ആണ് കിട്ടുന്നത്. അതായത് ടോട്ടൽ 3-digit നമ്പേഴ്സിലെ 300 നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കം കിട്ടി 300. ഇനി പ്രോബബിലിറ്റി കാണാം. ടോട്ടൽ 3-digit നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 300 ആണ്. ടോട്ടൽ 3-digit നമ്പേഴ്സ് ടോട്ടൽ 999 ആണ് ലാസ്റ്റത്തെ 3-digit നമ്പർ. ഫസ്റ്റ് തുടങ്ങണത് 100 ആണ്. 99 വരെ ഉള്ളത് പോയി 2 ഡിജിറ്റ് ആയത് കാരണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 900 ആണ് ടോട്ടൽ 3-digit നമ്പേഴ്സ് കിട്ടുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആകാനുള്ള ആ പ്രോബബിലിറ്റി. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതിൻ്റെ കൗണ്ട് 300 ആണ്. അപ്പോൾ 300/900 = 1/3. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 3-digit നമ്പർ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 = 1/3. ക്വസ്റ്റ്യൻ: നമ്മുടെ കയ്യിൽ 1 2 3 4 എന്നിങ്ങനെ എഴുതിയ 4 കാർഡ്സ് തന്നിട്ടുണ്ട്. ഈ കാർഡുകൾ ഉപയോഗിച്ച് ഈ 4 കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു 4-digit നമ്പർ ഉണ്ടാക്കണം. ആ 4-digit നമ്പർ
4000 മേലെ ഗ്രേറ്റർ ദാൻ 4000 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ കാർഡ് ഉപയോഗിച്ച് 4000 മുകളിലുള്ള എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നു, അതായിരിക്കുമല്ലോ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ആദ്യം നമ്മൾ അത് കണക്കാക്കണം. പിന്നെ ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് 4000 എബവോ ബിലോവോ എന്നും പ്രശ്നമില്ല. 4 ഡിജിറ്റ് നമ്പർ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നു അതും ഡിനോമിനേറ്റർ പാർട്ടിന് അതും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1 2 3 4 ഉപയോഗിച്ച് 4000 എബവ് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു നോക്കാം. 4000 എബവ് ഈ ഡിജിറ്റ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ ഡിജിറ്റ് 4 ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ 1 2 3 അല്ലെങ്കിൽ 4000 ബിലോ ആയി പോകുമല്ലോ ആ നമ്പറിൻ്റെ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഡിജിറ്റിൻ്റെ റെസ്ട്രിക്ഷൻ അത് എന്തായാലും 4 ആയിരിക്കണം. അപ്പോൾ അതിന് വേറെ ചോയ്സ് ഒന്നുമില്ല, ആ 4 എന്നുള്ള നമ്പർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു നമ്പർ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ ആ 4 എന്നുള്ള ഈ ആദ്യത്തെ ഡിജിറ്റിനുള്ള. ഇനി രണ്ടാമത്തെ ഡിജിറ്റിൽ ഇതിൽ ഒരു കാർഡ് ഉപയോഗിച്ച് 4 അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ 1 2 3 കാർഡേ ഉള്ളൂ. ഈ 3 കാർഡും ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റ് ഫില്ല് ചെയ്യാം, കാരണം അതിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ഡിജിറ്റിൻ്റെ നമ്പർ ഓഫ് ഓപ്ഷൻസ് 3. ഇനി മൂന്നാമത്തെ ഡിജിറ്റിൽ 4ഉം പോയി, ഈ 3ൽ ഒരെണ്ണവും പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് 2 കാർഡല്ലേ ഉള്ളൂ. ആ 2 കാർഡ് ഏതെങ്കിലും ഉപയോഗിച്ച് മൂന്നാമത്തെ ഡിജിറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ 2 നമ്പേഴ്സ് റിമൈനിങ് ആയ ലാസ്റ്റുള്ള ഒരു 1 കാർഡ് ഉപയോഗിച്ച് ഈ ലാസ്റ്റത്തെയും ഫില്ല് ചെയ്യുക, അതിന് ഒരു ചോയ്സ്. അപ്പോൾ നമ്മൾ ടോട്ടലി ഇതിൽ എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ നോക്കി. 1 × 3 × 2 × 1, അതായത് 6 നമ്പേഴ്സാണ് 4000 എബവ് ആയിട്ട് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതേ ഈ നമ്പർ 6 കിട്ടിയെന്ന് പറയില്ലേ, ഇതിന് ഫാക്ടോറിയലിൻ്റെ ഉപയോഗം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഓൾട്ടർനേറ്റ് മെത്തേഡ് ആണിത്. 4000 എബവ് ഉള്ള നമ്പർ കാണാൻ ആദ്യത്തെ ഡിജിറ്റ് എന്തായാലും 1 ആയിരിക്കണം. അപ്പോൾ അതിന് ഒരു നമ്പർ മാത്രമേ പറ്റുള്ളൂ, 4 തന്നെ, വേറെ ചോയ്സ് ഒന്നുമില്ല. അപ്പോൾ 1 കൊടുത്തു. ഇനി രണ്ടാമത്തെ 4000 2 3 4 ഈ ഡിജിറ്റാണ് ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഫില്ല് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 3 കാർഡ്സ് ആണുള്ളത്. ആ 3 കാർഡ്സിനെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചും മറിച്ചും 1 2 3 3 2 1 അങ്ങനെ ഏതൊക്കെ വിധത്തിൽ കോമ്പിനേഷൻ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അതിന് 3 കാർഡിനെ എത്ര കോമ്പിനേഷനിൽ ചെയ്യാം എന്നുള്ളതിന് മാത്തമാറ്റിക്കൽ ആൻസറാണ് 3 ഫാക്ടോറിയൽ. 3 കാർഡ് ഉണ്ടെങ്കിൽ അതിനെ 3 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്താൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ അത് നോക്കുന്നത് ഈ 3 സീറോസിൻ്റെ ഈ പ്ലേസിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് 1 ഡിജിറ്റ് 4 പോയി 2 3 4 ഡിജിറ്റ്സിനെ ഫില്ല് ചെയ്യാൻ 3 കാർഡ്സ് ഉണ്ട്, 3 ഫാക്ടോറിയൽ വേസിൽ പറ്റും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ കാർഡ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ, മൂന്നാമത്തെ ഈ 2 3 4 ഈ ഡിജിറ്റ്സ് ഫില്ല് ചെയ്യാനായിട്ട് 3 ഫാക്ടോറിയൽ ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് 1 2 3 കാർഡാണ് നമുക്കുള്ളത്. 3 പ്ലേസിൽ നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3, അതായത് ഏതിൻ്റെയാണ് ഫാക്ടോറിയൽ അത് 1 മുതൽ മൾട്ടിപ്ലൈ ചെയ്ത് ആ നമ്പർ വരെ എത്തണം. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, അങ്ങനെ 10 ഫാക്ടോറിയൽ 1 × 2 × 3 അപ് ടു 10 വരെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഫാക്ടോറിയൽ ആണ്. ഫേവറബിൾ ഔട്ട്കം കാണുന്നത് ആദ്യത്തെ നമ്പറിൻ്റെ കോമ്പിനേഷൻ പറ്റണത് 1 ഉള്ളൂ. അടുത്ത സെറ്റിൽ നമുക്ക് 3 ഫാക്ടോറിയൽ പറ്റും. ആ 3 ഫാക്ടോറിയൽ ആണ് 1 × 3 ഫാക്ടോറിയൽ. ദിസ് 1 × ഇത് 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ 1 × 2 × 3, 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 കിട്ടി. ഈ 6 തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഈ വിധത്തിലോ അല്ലെങ്കിൽ ഈ ഫാക്ടോറിയൽ ഉപയോഗിച്ചോ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് കണ്ടുപിടിക്കാം. നമ്മുടെ കംഫർട്ടബിൾ ലെവൽ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കം കിട്ടി, അതായത് 4000 എബവ് കിട്ടുന്ന എത്ര നമ്പർ കിട്ടും എന്നുള്ളതിന് കിട്ടി. ഇനിയിപ്പോൾ നമുക്കറിയണം എത്ര 4 ഡിജിറ്റ് നമ്പർ ഇത് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നു. 4 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുമ്പോൾ നമുക്കിവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഫസ്റ്റ് ഡിജിറ്റും എനിത്തിങ് പോസിബിൾ ആണ്. അപ്പോൾ അതായത് 1 2 3 4 പ്ലേസസിൽ 4 കാർഡ് ഉപയോഗിച്ചിട്ട് എത്ര കോമ്പിനേഷൻ പറ്റും? നമ്മളിപ്പോൾ ഈ കേസിൽ പറഞ്ഞ മാതിരി 3 പ്ലേസ് 3 കാർഡ് ഉപയോഗിച്ച് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ മേക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ ആദ്യത്തെ ഡിജിറ്റും 1 ആയാലും 2 ആയാലും ഒന്നും പ്രശ്നമില്ല, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 ഡിജിറ്റിനെ 4 കാർഡ് ഉപയോഗിച്ചിട്ട് 4 നമ്പർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ 4 ഫാക്ടോറിയൽ. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ് നമ്പർ 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1 × 2 × 3 × 4, ദാറ്റ് ഈസ് 24 നമ്പേഴ്സാണ് ഈ കാർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാം.
നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 4000-നുള്ളതാണ് ഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 4000 നമുക്ക് 6 നമ്പേഴ്സ് ഉണ്ട്. 6 by ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് 24. 6 by 24. So 1/4. Probability of getting a 4-digit number greater than 4000 using the given cards is 1/4. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4000-ന് താഴെയുള്ള നമ്പർ കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ 1 2 3 4 കാർഡ് ഉപയോഗിച്ചിട്ട്. നമുക്ക് നോക്കാം. ഈ 1 2 3 4 കാർഡ് ഉപയോഗിച്ചിട്ട് 4000-ന് താഴെയുള്ള നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡിജിറ്റ് എന്തായാലും 4 ആകാൻ പാടില്ല. 4 ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ അടുത്ത നമ്പർ ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന കിട്ടുന്ന നമ്പർ 4000-ന് മേലെ ആയി പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെസ്ട്രിക്ഷനുള്ള ഫീൽഡാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് ഫീൽഡിന് 1 2 3 കാർഡ് മാത്രമേ പറ്റുള്ളൂ. അതായത് 3 ചോയ്സസ് മാത്രമാണ് ഫസ്റ്റ് ഫീൽഡ് ഫില്ല് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഫീൽഡിന് 1 2 3 ആണ് നമുക്ക് കാർഡ് പറ്റുള്ളൂ. അത് 3 നമ്പേഴ്സാണ്, 3 ചോയ്സസ് ആണ് ഉള്ളത്. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ എത്ര കാർഡ് ഉണ്ടാകും? ഒരു കാർഡ് നമ്മൾ ഫില്ല് ചെയ്തു, ബാക്കി നമ്മുടെ കയ്യിൽ 3 കാർഡ് ഉണ്ടാവും. 4ഉം പിന്നെ ഉപയോഗിക്കാമല്ലോ. 4 ആദ്യത്തെ മാത്രം ഉപയോഗിക്കാൻ പറ്റാത്തേ ഉള്ളൂ, ബാക്കി എവിടെ വേണമെങ്കിലും 4 ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് 4 ഇവിടെ ഉപയോഗിച്ചു, 4 ഉപയോഗിക്കാൻ പാടില്ല. 1 2 3-ൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉപയോഗിച്ചു, ബാക്കി നമ്മുടെ കയ്യിൽ 3 കാർഡ് ഉണ്ടാവും. ആ 3 കാർഡ് ഈ 3 ഡിജിറ്റ്സിൽ നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് 1 × 2 × 3 ആണ് 3 ഫാക്ടോറിയൽ. അപ്പോൾ 6 വേസിൽ ഈ റിമൈനിങ് കാർഡ് ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലായിട്ട് എത്രയാണ് ഈ 4000-ന് താഴെയുള്ള നമ്പർ വരുന്നത്? ആദ്യത്തെ ഫില്ല് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ചെയ്തപ്പോൾ ഉള്ള കൗണ്ട് 3. ബാക്കി ഈ സെറ്റ് 3 ഡിജിറ്റും കൂടി ഒരുമിച്ച് ഫില്ല് ചെയ്യാനുള്ള കോമ്പിനേഷൻ ഉള്ളത് 3 ഫാക്ടോറിയൽ 6. അപ്പോൾ 3ഉം ഈ 3 ഫാക്ടോറിയൽ 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 18. അതായത് 4000-നും ബിലോ 18 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ 4 കാർഡ് ഉപയോഗിച്ച് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ വേസിൽ പറ്റും. ദാറ്റ് ഇസ് 1 × 2 × 3 × 4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. ടോട്ടൽ 4 ഡിജിറ്റ് നമ്പർ 24. അതിൽ ലെസ് ദാൻ 4000 ഉള്ളത് 18. അപ്പോൾ പ്രോബബിലിറ്റി 18/24, 3/4. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 4 ഡിജിറ്റ് നമ്പർ ലെസ് ദാൻ 4000 യൂസിങ് ഗിവൺ കാർഡ്സ് 3/4. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ 4000-ന് മേലെ പ്രോബബിലിറ്റി നോക്കിയപ്പോൾ 1/4 ആണ് കിട്ടിയത്. ഈ സെയിം കാർഡ് തന്നെ ഉപയോഗിച്ച് 4000-ന് താഴെയുള്ള നോക്കുമ്പോൾ 3/4. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്. ഈ ടോട്ടൽ കാർഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു സെറ്റ് 4000-ന് താഴെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു സെറ്റ് 4000-ന് മേലെയുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 4000-ന് താഴെയുള്ള പ്രോബബിലിറ്റി കിട്ടിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് 4000-ന് മേലെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1 മൈനസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ ഈവൻ ഈ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്